കൊല്ലം തീരത്ത് കടൽ പ്രക്ഷുബ്ധം. ആഞ്ഞു വീശുന്ന കാറ്റ്. മത്സ്യത്തൊഴിലാളികൾ തീരത്ത് കെട്ടിയിട്ടിരുന്ന മത്സ്യബന്ധന യാനങ്ങളിൽ ഒന്ന് കെട്ടഴിഞ്ഞ് കടലൊഴുക്കിൽപ്പെട്ട് എങ്ങോട്ടൊന്നില്ലാതെ ഒഴുകി. തൊഴിലാളികൾ നെഞ്ചത്തടിച്ച് നിലവിളിച്ചു. വള്ളം ഒന്നുപോയാൽ 10 കുടുംബങ്ങളുടെ ചോറ്റിലാണ് മണ്ണ് വീഴുന്നത്. പിന്നെ കുറഞ്ഞത് 5 ലക്ഷത്തിൻ്റെയെങ്കിലും നഷ്ടവും വരും. അവർ കോസ്റ്റ് ഗാർഡിനെയും തീരദേശ പോലീസിനെയും, എന്തിന് വെസ്റ്റ് പോലീസിനെയും ഈസ്റ്റ് പോലീസിനെയും മാറി മാറി വിളിച്ചു. ഒറ്റ ഒരുത്തനും തിരിഞ്ഞു നോക്കിയില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഇതേ നേരം ഈ തീരത്തെ സ്ഥിതി ഇതായിരുന്നില്ല. കൊച്ചി തീരത്ത് മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്ന് ഒഴുകിയെത്തിയ കണ്ടെയ്നർ കൊല്ലം തീരത്ത് പലയിടത്തായി അടിഞ്ഞിരുന്നു. അതിൽ നിന്ന് തീരത്തും കടലിലും ഒഴുകിപ്പരന്നതും തീരത്തടിഞ്ഞതുമായി തടിയും തുണിയും ചൈനീസ് തേയിലപ്പൊടിയും പെറുക്കിക്കൂട്ടുന്നതിനും അരിച്ചു പെറുക്കുന്നതിനും നമ്മുടെ പോലീസിനും മറ്റുള്ളവർക്കും എന്ത് ഉത്സാഹമായിരുന്നു. അതുകൊണ്ട് തന്നെയാകണം മത്സ്യത്തൊഴിലാളികൾ ഇന്ന് അല്പം അരിശത്തോടെ ചോദിക്കുന്നത്. പണക്കാരൻ്റെ പായ്ക്കപ്പൽ മുങ്ങിയാൽ അയ്യോ അയ്യോ, പട്ടിണിക്കാരൻ്റെ കൊച്ചോടം മുങ്ങിയാൽ മിണ്ടാട്ടമില്ല. ഇതാണോ ഇടത് സർക്കാർ നയമെന്ന് ചോദിക്കാനും മത്സ്യത്തൊഴിലാളികൾ മറക്കുന്നില്ല. അധികാരികളെ വിളിച്ചു തളർന്ന് നാട്ടുകാർ പിന്നെ സമയം പാഴാക്കിയില്ല. കെട്ടഴിഞ്ഞ് കടലിൽ കറങ്ങി നടന്ന വള്ളത്തെ അതിസാഹസികമായി ജീവൻ പണയം വെച്ച് മത്സ്യത്തൊഴിലാളികൾ തന്നെ കരയ്ക്കടുപ്പിച്ചു. വിസ്മയ ന്യൂസ്, കൊല്ലം.